എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്. അതായത് ഫിനാൻസും അക്കൗണ്ട്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫിനാൻസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ധനപരമായിട്ട് നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വരവും ചെലവും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്ന ആ ഒരു പ്രക്രിയയാണ് അക്കൗണ്ട്സ്, അല്ലെങ്കിൽ കണക്ക് സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു വലിയൊരു പ്രസ്ഥാനമാണെങ്കിലും അല്ല ഒരു ചെറിയൊരു കുടുംബമാണെങ്കിൽ പോലും ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ, വരവും ചെലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ പ്രയോജനവും പറഞ്ഞിരുന്നു. അപ്പം അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു രാജ്യത്തിൻ്റെ ചെലവ് കൂടുതലായിട്ട് വരുന്നത് ആ ഒരു രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്നുമാണ്. അപ്പോൾ ഖജനാവിൽ നിന്നും എങ്ങനെ കാശ് പുറത്തേക്ക് പോകുന്നു, എങ്ങനെ അതിലേക്ക് വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. പക്ഷെ ആ രേഖപ്പെടുത്തൽ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമ്മൾ എങ്ങനെയാണ് ഒരു മോശപ്പെട്ട സമയത്ത്, തീർച്ചയായിട്ടും എപ്പോഴും ഒരു കുടുംബത്തിലാണെങ്കിലും ഒരു രാജ്യത്താണെങ്കിലും മോശപ്പെട്ട ഒരു അവസ്ഥ വന്നേക്കാം എപ്പോഴെങ്കിലും. അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഖജനാവ് അപ്പോഴത്തേക്കും നിറഞ്ഞിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ധാരാളം പണം അതിനകത്ത് നമ്മൾ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടാകണം. അതിനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയൊരു രാജ്യമാണെങ്കിലും ഒരു ചെറിയൊരു കുടുംബമാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്കും അർത്ഥശാസ്ത്രം പോലുള്ള വലിയ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു വലിയ പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല, ഒരു ചെറിയ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലാണെങ്കിൽ പോലും ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.